3 ദേശീയ അവാർഡുകളും 3 സംസ്ഥാന അവാർഡുകളും നിരവധി മറ്റ് അവാർഡുകളും ലഭിച്ചിട്ടുള്ള പ്രശസ്തനും യൂത്ത് ഫോർ ട്രൂത്ത് മിനിസ്ട്രിയുടെ മീഡിയ ഡയറക്ടറുമായിരിക്കുന്ന സിനിമാ സംവിധായകൻ ശ്രീ സിബി മലയിലിന്റെ സാക്ഷ്യവും സന്ദേശവും നമുക്ക് ശ്രവിക്കാം. ഞാൻ സിബി മലയിൽ. ഞാൻ ഒരു യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന ഏതൊരു വ്യക്തിയെയും പോലെ എൻ്റെ ദൈവവുമായുള്ള ബന്ധവും ഞായറാഴ്ച കുർബാനകളിലും വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനകളിലും മാത്രം ഒതുങ്ങിയിരുന്നു. എന്നാൽ എൻ്റെ സഹോദരി അവളുടെ ഒരു സഹപാഠിയിലൂടെ ദൈവത്തെ അറിയുവാനും യേശുവിനെ അവളുടെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുവാനും ഇടയായി. ആ സഹോദരിയിലൂടെ ഞാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. വിവാഹശേഷം എൻ്റെ ഭാര്യ ബാലയും എന്നിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഞാൻ പ്രവർത്തിക്കുന്നത് ചലച്ചിത്ര മേഖലയിലാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിഷിദ്ധമെന്ന് കരുതപ്പെടുന്ന ആ ലോകത്ത് എത്രമാത്രം വിശ്വസ്തയോടെ എനിക്ക് ദൈവ ശുശ്രൂഷയിലായിരിക്കുവാൻ കഴിയുമെന്ന് പല ദൈവദാസന്മാരും സാധാരണ വിശ്വാസികളും എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായാണ് ദൈവം എന്നെ ഒരു സിനിമാ സംവിധായകനാക്കി ഉയർച്ചയിലെത്തിച്ചതും അതോടൊപ്പം അവിടുത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതും. ഏറ്റവും അധികം തകർച്ചയിലും നിരാശയിലും പാപത്തിലും കഴിയുന്ന ഒരുപാട് ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാൻ ദൈവം എന്നെയും എനിക്ക് നൽകിയിട്ടുള്ള കഴിവുകളെയും പ്രശസ്തിയെയും ഉപയോഗിക്കുമെന്ന് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നു. അവിടുത്തെ കരങ്ങളിലെ ഒരു മികച്ച ആയുധമായി എന്നെ ഉപയോഗിക്കുവാൻ ഞാൻ എന്നെ തന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിച്ചിരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നാൽ മനുഷ്യൻ പാപിയാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. മതങ്ങളിലൂടെ, തത്വചിന്തകളിലൂടെ, സൽപ്രവർത്തികളിലൂടെയെല്ലാം വിശുദ്ധനായ ദൈവത്തോട് അടുക്കുവാൻ പാപിയായ മനുഷ്യൻ ശ്രമിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയാണ്. എന്നാൽ യേശുക്രിസ്തുവാണ് മനുഷ്യൻ്റെ പാപത്തിനുള്ള ദൈവത്തിൻ്റെ ഏക പ്രതിവിധി. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പത്രോസിനും പിന്നെ 12 ശിഷ്യന്മാർക്കും അനന്തരം 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നാം ഓരോരുത്തരും യേശുക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ ജീവിതത്തെപ്പറ്റിയുള്ള ദൈവിക പ്ലാനും അറിയുവാനും അനുഭവിപ്പാനും കഴിയും. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഫലമായി ഒരു ആത്മീയ ജനനം ഉണ്ടാകുന്നു. നാം ക്രിസ്തുവിനെ വിശ്വാസത്തിലൂടെയാണ് സ്വീകരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നമ്മൾ ക്രിസ്തുവിനെ വ്യക്തിപരമായി ക്ഷണത്തിലൂടെയാണ് സ്വീകരിക്കേണ്ടത്. യേശു പറഞ്ഞു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ വരും. ഇതാ, ഇപ്പോൾ തന്നെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ കഴിയും. ദൈവവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ഞാനൊരു ചെറിയ പ്രാർത്ഥന നിങ്ങൾക്ക് പറഞ്ഞു തരാം. കർത്താവായ യേശുവേ,
എനിക്ക് അങ്ങയെ ആവശ്യമാണ്. ഞാനൊരു പാപിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയവാതിൽ തുറന്നു തന്ന് അങ്ങയെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. എൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നതുകൊണ്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്നെ ആക്കി തീർക്കണമേ. ഇന്ന് നിങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ